ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു ചാനൽ. ഇന്ന് നമ്മൾ കാണാൻ പോകുന്നത് ABO ഡിസയറിൻ്റെ മൂന്നാമത്തെ എപ്പിസോഡാണ്. ഈ എപ്പിസോഡ് സ്റ്റാർട്ടിങ്ങിൽ തന്നെ കാണിക്കുന്നത് ഹുവായോങ്ങിനെയാണെങ്കിൽ ഷുവായു വീട്ടിലേക്ക് കൊണ്ടുവിടുന്നതാണ്. ഈ സീനായിരുന്നു നമ്മൾ കഴിഞ്ഞ എപ്പിസോഡിൻ്റെ എൻഡിങ്ങിലും കണ്ടിട്ടുണ്ടായിരുന്നത്. അതിനുശേഷം പിന്നീട് കാണിക്കുന്നത് അടുത്ത ദിവസം ഷുവായു കമ്പനിയിൽ ഇരിക്കുന്ന ടൈമിന് അവൻ്റെ അസിസ്റ്റൻറ്റ് വന്നിട്ട് പൈസ ചിലവാക്കിയതിൻ്റെ എല്ലാം ഒരു ലിസ്റ്റ് കൊടുക്കുന്നുണ്ട്. കഴിഞ്ഞ എപ്പിസോഡിൽ ഷുവായുടെ കൂടെ ഉണ്ടായിരുന്ന സൂഷിൻ എന്ന് പറഞ്ഞിട്ടുള്ള ആ ഒരു പെൺകുട്ടി, അവൾ ചിലവാക്കിയ പൈസയുടെ ആ ഒരു ലിസ്റ്റാണ് കൊടുത്തേക്കുന്നത്. ചിലവാക്കിയത് ഇവൻ്റെ കാർഡിൽ പൈസ ആയിരുന്നു. സോ നോക്കുമ്പോഴത്തേക്കും അവൾ നല്ലതുപോലെ തന്നെ പൈസ ചിലവാക്കിയിട്ടുണ്ട്. എന്നാൽ അവൻ അതിനൊന്നും പറയുന്നില്ല, ജസ്റ്റ് പേപ്പർ സൈൻ ചെയ്യുന്നുണ്ട്. ആ ഒരു ടൈമിന് ഇവൻ്റെ അസിസ്റ്റൻ്റ് പയ്യനാണെങ്കിൽ ഹുവായോങ്ങും ഒരു സംഭവം തന്നു വിട്ടിട്ടുണ്ടായിരുന്നു എന്ന് പറഞ്ഞിട്ട് അതും കൊടുക്കുന്നുണ്ട്. നോക്കുമ്പോൾ പൈസ ആയിരുന്നു. ഹുവായോങ് ഇവന് പൈസ തിരിച്ചു കൊടുക്കാനുള്ളതുകൊണ്ട് തന്നെ കുറച്ച് പൈസ അവൻ എങ്ങനെയൊക്കെയോ അറേഞ്ച് ചെയ്ത് ഇപ്പോൾ കൊടുത്തതായിരുന്നു. അപ്പോൾ ഇത് കാണുമ്പോഴത്തേക്കും ഷുവായു പറയുന്നുണ്ട്, ഇവനാണെങ്കിൽ അവരുടെ ചേച്ചിയുടെ സർജറിക്ക് പൈസ ആവശ്യമുണ്ടായിട്ടും എൻ്റെ കടം എങ്ങനെ തീർക്കാമെന്നാണല്ലോ ആലോചിക്കുന്നത്. ഞാൻ അവൻ്റെ അടുത്ത് പറഞ്ഞതാണ് ഇതിങ്ങനെ ഇപ്പോൾ തരേണ്ട ആവശ്യമില്ല, പക്ഷേ പറഞ്ഞാൽ കേൾക്കുന്നില്ലല്ലോ എന്നൊക്കെ. ഇതൊക്കെ തന്നെ അവൻ്റെ അസിസ്റ്റൻ്റ് പയ്യൻ കേട്ടോണ്ട് നിൽക്കുന്നുണ്ട്. എന്നിട്ട് ആ ഒരു പയ്യൻ പറയുന്നുണ്ട്, ആ ഒരു ഫെറോമോൺ ഗ്ലാൻഡ് ക്യാൻസറിനുള്ള മരുന്ന് നമ്മൾ കണ്ടുപിടിക്കാനായിട്ട് ശ്രമിക്കുന്നുണ്ട്, അതിലിപ്പോൾ കിട്ടിയ റിസൾട്ട് ഇതാണെന്ന് പറഞ്ഞിട്ട് ഒരു ഫയൽ കൊടുക്കുന്നുണ്ട്. അത് നോക്കിക്കഴിഞ്ഞിട്ട് ഷുവായു പറയുന്നുണ്ട്, എക്സ് ഹോൾഡിങ്സുമായിട്ട് നമുക്കാണെങ്കിൽ ഒരു കയ്യപ്പ് വന്നിരുന്നെങ്കിൽ ഉറപ്പായിട്ടും ഇതിൻ്റെ മരുന്ന് നമുക്കും കിട്ടിയേനെ, പക്ഷേ ഇനിയിപ്പോൾ എന്ത് ചെയ്യുന്നൊക്കെ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ ആ ഒരു പയ്യൻ പറയുന്നുണ്ട്, നമുക്കാണെങ്കിൽ പൈസ ഇറക്കിയിട്ട് ആ കമ്പനിയിൽ വർക്ക് ചെയ്യുന്ന ഏതെങ്കിലും ഒരു സ്റ്റാഫിനെ ഇങ്ങോട്ടേക്ക് എടുത്താലോ എന്ന്. എക്സ് ഹോൾഡിങ്സ് കമ്പനിയല്ല, ഷെന്നിൻ്റെ കമ്പനിയായ HS ഗ്രൂപ്പിൽ നിന്ന് ആരെങ്കിലും എടുത്താലോ എന്നാണ് പറയുന്നത്. കാരണം എക്സ് ഹോൾഡിങ്സും HS ഗ്രൂപ്പും ഒരുമിച്ച് കയ്യൊപ്പിലാണ് ആ ഒരു മരുന്ന് തയ്യാറാക്കുന്നത്. ആ സമയം ഷുവായി പറയുന്നുണ്ട്, പൈസ നല്ലപോലെ ഇറക്കിയിട്ട് ആരെ വേണോ എടുക്കാം, പക്ഷേ ആ ഒരു മരുന്ന് കണ്ടുപിടിക്കുന്നതിൻ്റെ സീക്രട്ടും എല്ലാം തന്നെ അവിടുത്തെ സ്റ്റാഫ്സിന് അറിയാമെന്നുള്ളതുകൊണ്ട് അത്ര എളുപ്പത്തിൽ അവരെയൊന്നും ഷെന്ന് വിട്ടു തരത്തില്ല. ഇനിയിപ്പോൾ ആരെങ്കിലും കിട്ടുന്നെങ്കിൽ തന്നെ അത് മിക്കവാറും ഒന്നും തന്നെ അറിയാത്ത ആരെങ്കിലും ആയിരിക്കുമെന്ന്. ആ ടൈമിന് അസിസ്റ്റൻ്റ് പയ്യൻ പറയുന്നുണ്ട്, എങ്കിൽ പിന്നെ ഹുവായോ അങ്ങനെ വിളിച്ചാലോ, അവൻ അവിടെ ജോയിൻ ചെയ്തിട്ട് ഒരല്പ ടൈം ആയിട്ടില്ലെങ്കിലും അവനെയാണ് ഷെന്ന് ഏറ്റവും കൂടുതൽ വിശ്വസിക്കുന്നതെന്ന്. എന്നാൽ അത് വേണ്ടാന്ന് ഇപ്പോൾ ഷുവായു പറയുന്നുണ്ട്. പിന്നീട് കാണിക്കുന്നത് നൈറ്റ് ടൈമിൽ ഷുവായു വീട്ടിൽ ഇരിക്കുന്ന ടൈമിന് ഹുവായോങ് ആണെങ്കിൽ അവന് മെസ്സേജ് അയച്ചിട്ട്, ഞാനാണെങ്കിൽ രാവിലെ കുറച്ച് പൈസ ആണെങ്കിൽ തിരിച്ചു തരാനുള്ളത് കൊടുത്തു വിട്ടിട്ടുണ്ടായിരുന്നു, അത് കിട്ടിയോ എന്നിങ്ങനെ ചോദിക്കുകയാണ്. ആ ഒരു മെസ്സേജിൻ്റെ ടൈം ഇവനാണെങ്കിൽ റിപ്ലൈ കൊടുക്കുന്നില്ല. ആ ഒരു ടൈമിന് ഹുവായോങ് ഇവനെ കോൾ ചെയ്തിട്ട് ഇതേ സെയിം കാര്യം ചോദിക്കുന്നുണ്ട്. ആ ടൈമിന് അവനാണെങ്കിൽ മനഃപൂർവ്വം ഇല്ലല്ലോ എനിക്കാരും പൈസ തന്നില്ല എന്നൊക്കെ പറയുന്നുണ്ട്. ആ സമയം ഹുവായോങ്, പക്ഷേ ഞാൻ എൻ്റെ അസിസ്റ്റൻ്റെ കയ്യിൽ തന്നു വിട്ടതായിരുന്നല്ലോ എന്നൊക്കെ പറയുന്നുണ്ട്. അതേ ടൈമിൽ ഇതൊക്കെ പറയുമ്പോൾ ഹുവായോങ് പതുക്കെയായിരുന്നു സംസാരിക്കുന്നുണ്ടായിരുന്നത്. അതുകൊണ്ട് തന്നെ നീ എന്ത് കള്ളത്തരം കാണിച്ചുകൊണ്ടിരിക്കുക, എന്തിനാ ഇങ്ങനെ പതുക്കെ സംസാരിക്കുന്നതെന്ന് ഷുവായു ചോദിക്കുന്നുണ്ട്. ഹുവായോങ് അപ്പോൾ അത് പിന്നെ ഷെന്നിപ്പോൾ ഒരു മീറ്റിങ്ങിലാണ്, അതുകൊണ്ടാണ് ഞാൻ പതുക്കെ സംസാരിക്കുന്നതെന്ന് പറയുന്നുണ്ട്. ആ സമയം ഷുവായു, ഇപ്പം നൈറ്റ് ടൈം ആയില്ലേ, ഇപ്പോഴും മീറ്റിങ്ങിലാണോ, എന്നിട്ട് നിന്നെയായിട്ട് വർക്ക് ചെയ്യിപ്പിക്കുന്നുണ്ടോ, ഷെന്ന് നിന്നെ നന്നായിട്ട് കഷ്ടപ്പെടുത്തുന്നുണ്ടല്ലോ എന്ന് പറയാണ്. ആ ടൈമിന് വീണ്ടും ഹുവായോങ് ആണെങ്കിൽ പൈസയുടെ കാര്യം സംസാരിക്കുമ്പോൾ ഷുവായു, നീ എപ്പോഴാണ് വർക്ക് കഴിഞ്ഞ് ഇറങ്ങുന്നത് എന്ന് ചോദിക്കുന്നുണ്ട്. ആ ടൈമിന് ഒരു അരമണിക്കൂറിൽ ഇറങ്ങുമെന്ന് പറയുമ്പോൾ ഷുവായു ആണെങ്കിൽ, ഓക്കെ ഞാൻ നിന്നെ ഒന്ന് പിക്ക് ചെയ്യാം, പൈസയുടെ കാര്യം ഞാൻ ഡീറ്റെയിൽ ആയിട്ട് അപ്പം പറയാം, ഇപ്പോൾ ഫോണിൽ കൂടെ സംസാരിച്ചാൽ ശരിയാവത്തില്ല എന്ന് പറഞ്ഞിട്ട് കോൾ കട്ട് ചെയ്യുന്നുണ്ട്. അങ്ങനെ പിന്നീട് ഹുവായോങ് വർക്ക് കഴിഞ്ഞ് ഇറങ്ങുന്നതും ഷുവായു അവനെ ചെന്ന് പിക്ക് ചെയ്യുന്നുണ്ട്. കാറിൽ കയറി ഇരിക്കുമ്പോൾ തന്നെ വീണ്ടും പൈസയുടെ കാര്യമാണ് ഹുവായോങ് പറയുന്നത്. ആ ടൈം ഷുവായു ആണെങ്കിൽ, എനിക്ക് ആ പൈസ എൻ്റെ അസിസ്റ്റൻ്റ് ഇപ്പോൾ വിളിച്ചിട്ട് പറഞ്ഞായിരുന്നു തരാൻ മറന്നു പോയതാണെന്ന്, അവൻ രാവിലെ തരാമെന്ന് പറഞ്ഞു, അതെനിക്ക് കിട്ടുമെന്ന് പറയുന്നുണ്ട്. ആ ടൈം ഹുവായോങ്, ഇപ്പോഴാണ് സമാധാനമായത്, ഇനി അടുത്ത മാസം പൈസ കിട്ടുമ്പോഴത്തേക്കും ഞാൻ കുറച്ച് വീണ്ടും തരാമെന്ന് പറയുന്നുണ്ട്. ആ ടൈം ഷുവായു ആണെങ്കിൽ, നിനക്ക് എൻ്റെ ചേച്ചിയുടെ സർജറിക്ക് വേണ്ടിയിട്ട് പൈസ ഉപയോഗിക്കണ്ടേ, ഞാൻ നിൻ്റെ അടുത്ത് പറഞ്ഞല്ലേ നീ എനിക്ക് പൈസ തരണ്ട, നീ ഞാൻ ആ ചിലവാക്കിയ പൈസ എനിക്ക് അത്രയ്ക്ക് ഇമ്പോർട്ടൻ്റ് ഒന്നും അല്ല, അതുകൊണ്ട് തന്നെ നീ തിരിച്ച് തന്നില്ലേലും കുഴപ്പമില്ല, ഇപ്പം നീ നിൻ്റെ ചേച്ചിയുടെ കാര്യം മാത്രം നോക്കിയാൽ മതി എന്ന് പറയുന്നുണ്ട്. ആ ടൈം ഹുവായോങ് ആണെങ്കിൽ, ഓക്കെ മനസ്സിലാക്കിയതിന് താങ്ക് യു എന്ന് പറയുന്നുണ്ട്. അതിനുശേഷം ഷുവായു ആണെങ്കിൽ ഹുവായോങ്ങിനെ വീട്ടിലേക്ക് കൊണ്ടുവിടുന്നുണ്ട്. വീട്ടിലെത്തി കഴിയുമ്പോഴത്തേക്കും ഹുവായോങ് അകത്തേക്ക് കയറാൻ തുടങ്ങുന്ന ടൈമിനാണ് അവിടെ തന്നെ താമസിക്കുന്ന ഒരു ലേഡി വന്നിട്ട്, ആഹാ മോനെ രാത്രി ടൈമിന് കൊണ്ടുവിടാനൊക്കെ ഫ്രണ്ട്സൊക്കെ ഉണ്ടല്ലോ, ആ പയ്യനെ കണ്ടിട്ട് ഭയങ്കര റിച്ച് ആണെന്ന് തോന്നുന്നുണ്ടല്ലോ എന്ന് പറയുമ്പോഴത്തേക്കും അവൻ പറയുന്നുണ്ട്, ആ നല്ലൊരു പയ്യനാണെന്ന് പറയുന്നുണ്ട്. ആ ടൈം ആ ലേഡി പറയുന്നുണ്ട്, അതേപോലെ തന്നെ മോൻ ഇങ്ങോട്ടേക്ക് താമസം മാറിയപ്പോൾ ഒരു പയ്യനാണെങ്കിൽ സാധനങ്ങളൊക്കെ മാറ്റാനായിട്ട് മോനെ ഹെൽപ്പ് ചെയ്തില്ലേ, ആ പയ്യനെ കാണാൻ നല്ല റിച്ചായിട്ടുണ്ടായിരുന്നല്ലോ എന്നിങ്ങനെ പറയാണ്. ഉദ്ദേശിക്കുന്ന ഷെന്നിനെയാണ്. എന്നാൽ അതിനവൻ മറുപടിയൊന്നും കൊടുക്കുന്നില്ല, അകത്തേക്ക് കയറി പോകുന്നുണ്ട്. അടുത്ത് പിന്നീട് ഹുവായുവിനെ കാണിക്കുമ്പോൾ ആ വീട്ടിലേക്ക് വന്നു കഴിയുമ്പോഴത്തേക്കും ഹുവായോങ് അവൻ്റെ മെസ്സേജ് ഇടുന്നുണ്ട്, സേഫായിട്ട് വീട്ടിലെത്തിയോ എന്നൊക്കെ ചോദിച്ചിട്ട്. അതിനുശേഷം പിറ്റേ ദിവസം ഷുവായു ആണെങ്കിൽ ഒരു മീറ്റിങ്ങിനൊക്കെ ഇരിക്കുന്നുണ്ട് ഓഫീസിൽ. മീറ്റിംഗ് കഴിയുമ്പോഴത്തേക്കും അവനാണെങ്കിൽ ഞാനിപ്പോൾ ഓഫീസിലാണെന്നൊക്കെ പറഞ്ഞിട്ട് ഹുവായോങ്ങിന് മെസ്സേജ് ഇടുന്നുണ്ട്. ഹുവായോങ്ങും അങ്ങോട്ടേക്ക് തിരിച്ചൊരു മെസ്സേജ് ഇടുന്നുണ്ട്, ഞാനാണെങ്കിൽ നിങ്ങൾക്ക് വേണ്ടിയിട്ട് കുക്കീസ് ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു, അത് ഞാൻ നിങ്ങളുടെ കമ്പനിയിൽ കൊണ്ട് ഏൽപ്പിച്ചിട്ടുണ്ടായിരുന്നു, നിങ്ങൾക്ക് ഏത് ഫ്ലേവർ കുക്കീസാണ് ഇഷ്ടമാണ് എനിക്ക് അറിയാത്തതുകൊണ്ട് തന്നെ ഞാൻ നോർമലാണ് ഉണ്ടാക്കിയെന്ന് പറയുന്നുണ്ട്. അങ്ങനെ ഈ ഒരു മെസ്സേജ് കണ്ട് കഴിയുമ്പോഴത്തേക്കും
ഷുവായു അവൻ്റെ അസിസ്റ്റൻറ്റിൻ്റെ അടുത്ത് ആ ഒരു കുക്കീസ് തനിക്ക് കൊണ്ടു കൊടുക്കാനായിട്ട് പറയുന്നുണ്ട്. ആ ടൈമിൽ അസിസ്റ്റൻറ്റ് ചോദിക്കുന്നുണ്ട്, അതിന് നിങ്ങൾ സ്വീറ്റ്സ് ആയിട്ടുള്ളതൊന്നും കഴിക്കാറില്ലല്ലോ എന്ന്. ആ ടൈമിൽ ഷുവായു കുറച്ച് കഴിച്ചെന്ന് പറഞ്ഞ് ഒന്നും സംഭവിക്കത്തില്ല എന്ന് പറയുന്നുണ്ട്. അങ്ങനെ കുറച്ച് കഴിയുമ്പോഴത്തേക്കും ആ സംഭവം കൊണ്ട് കൊടുക്കുന്നുണ്ട്. അത് കഴിച്ചുകൊണ്ടിരിക്കുന്ന ടൈമിന് അതിനകത്തൊരു നോട്ട് ഇങ്ങനെ ഒട്ടിച്ചിട്ടുണ്ടായിരുന്നു ഹുവായോങ്. അതവൻ വായിച്ചു നോക്കാണ്. അതിൽ പറയുന്നുണ്ട്, ഞാനാണെങ്കിൽ ഫസ്റ്റ് ഉണ്ടാക്കി കുറച്ച് കുക്കീസ് കരിഞ്ഞു പോയി, പക്ഷേ ഞാൻ അത് കളഞ്ഞില്ല, അത് ഞാൻ കഴിച്ചു, ഞാനിപ്പോൾ വേറെയാണ് ഉണ്ടാക്കി നിങ്ങൾക്ക് വേണ്ടി വച്ചേന്ന് പറയുന്നുണ്ട്. അത് വായിച്ചു കഴിഞ്ഞതും അവനാണെങ്കിൽ ഹുവായോങ്ങിന് മെസ്സേജ് ഇട്ട് പറയുന്നുണ്ട്, ഇങ്ങനെ കരിഞ്ഞതൊന്നും നീയും കഴിക്കാൻ നിൽക്കില്ലെന്ന്. ആ ടൈമിന് ഹുവായോങ് ഇല്ല അത് കുഴപ്പമൊന്നും ഉണ്ടായിരുന്നില്ല തിരിച്ച് പറയുന്നുണ്ട്. പിന്നീട് ഒത്തിരി ദിവസം കടന്നു പോകുന്നുണ്ട്. ഇങ്ങനെ ഓരോ ദിവസം ഓരോ സ്വീറ്റ്സ് ഉണ്ടാക്കിയിട്ട് ഹുവായോങ് ഷുവായിന് അയച്ചു കൊടുക്കുന്നുണ്ട്. ഡെയിലി നടക്കുന്ന കാര്യങ്ങൾ രണ്ടുപേരും പരസ്പരം ഷെയർ ചെയ്യുന്നുണ്ട്. അതേപോലെ തന്നെ ഹുവായോങ് ആണെങ്കിൽ അവൻ്റെ ലൈഫിൽ നടക്കുന്ന പല പല കാര്യങ്ങളും ഇങ്ങനെ സോഷ്യൽ മീഡിയയിൽ ഇങ്ങനെ അപ്ഡേറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ടായിരുന്നു. സോ അതുവഴിയെല്ലാം തന്നെ ഷുവായു അതൊക്കെ വായിക്കുന്നുണ്ട്. അവൻ വിചാരിക്കുന്നുണ്ട്, നീ എന്തിനാണ് ഇതെല്ലാം തന്നെ ഇങ്ങനെ സോഷ്യൽ മീഡിയയിൽ അപ്ലോഡ് ചെയ്യുന്നതെന്ന്. അങ്ങനെ പിന്നീട് ഒരാഴ്ചയോളം കടന്നു പോകുന്നുണ്ട്. ഈ ഒരാഴ്ച അവനാണെങ്കിൽ ഹുവായോങ്ങിൻ്റെ അടുത്തുനിന്ന് കുക്കീസ് ഒന്നും തന്നെ കിട്ടുന്നില്ല. അങ്ങനെ അവൻ ഹുവായോങ്ങിന് മെസ്സേജ് അയക്കാനായിട്ട് തീരുമാനിക്കുന്നുണ്ട്. അങ്ങനെ മെസ്സേജ് അയക്കുന്ന ടൈമിന് ഹുവായോങ് ഇതെല്ലാം പറയുന്നുണ്ട്, അതുപിന്നെ എനിക്കിപ്പോൾ താമസിക്കുന്ന സ്ഥലത്തുനിന്ന് മാറി നിൽക്കേണ്ട ഒരു സിറ്റുവേഷനാണ്. ഞാനിപ്പോൾ എൻ്റെ ഫ്രണ്ടിൻ്റെ കൂടെയാണ് നിൽക്കുന്നത്. സോ അവരുടെ കിച്ചൺ എനിക്ക് അങ്ങനെ കയറി യൂസ് ചെയ്യാൻ പറ്റത്തില്ല. അതുകൊണ്ടാണ് ഞാൻ കുക്കീസ് ഉണ്ടാക്കാത്തത്. ഇപ്പം ഞാനൊരു പുതിയ താമസ സ്ഥലം അന്വേഷിച്ച് നടക്കുകയാണെന്നൊക്കെ പറയുന്നുണ്ട്. ആ ഒരു ടൈമിന് അവനെ ഷുവായി കോൾ ചെയ്യുന്നുണ്ട്, സംസാരിക്കുന്നുണ്ട് എന്താണ് കാര്യം എന്നൊക്കെ അറിയാനായിട്ട്. ഷുവായോങ് പറയുന്നുണ്ട്, ഞാനിപ്പോൾ താമസിക്കുന്ന ഒരു സ്ഥലം അവിടെയാണെങ്കിൽ ഇപ്പോൾ പണിത് പുതിയൊരു ഏരിയ ആക്കാനായിട്ട് നോക്കുകയാണ്. സോ അതുകൊണ്ട് തന്നെ അവിടുത്തെ ഓണർ എൻ്റെ അടുത്ത് മാറിപ്പോകണമെന്ന് പറഞ്ഞു. അതുകൊണ്ട് ഞാൻ ഇപ്പോൾ ഒരു ഫ്രണ്ടിൻ്റെ കൂടെയാണ് സ്റ്റേ ചെയ്യുന്നത്. എന്നാൽ ഞാൻ അവിടെ നിന്ന് മാറിയിട്ട് പുതിയൊരു സ്ഥലം അന്വേഷിക്കുന്നുണ്ട്, പക്ഷേ കിട്ടുന്നില്ല എന്നൊക്കെ പറയാണ്. ആ സമയം താമസിച്ചിരുന്ന സ്ഥലത്തെ റെൻറ്റും ഡെപ്പോസിറ്റും അതിനെക്കുറിച്ചെല്ലാം തന്നെ ഹുവായോങ്ങിൻ്റെ അടുത്ത് ഷുവായി ചോദിക്കുന്നുണ്ട്. അതിനുശേഷം ഷുവായി പറയുന്നുണ്ട്, നിൻ്റെ കമ്പനിയുടെ അടുത്തായിട്ട് തന്നെ എനിക്കാണെങ്കിൽ ഒരു അപ്പാർട്ട്മെൻറ്റ് ഉണ്ട്, അതാണെങ്കിൽ ഉപയോഗിക്കാതെ അടച്ചിട്ടേക്കുക, നീ വേണമെങ്കിൽ അവിടെ താമസിച്ചോ, എനിക്ക് മാസം നീ പൈസ തന്നാൽ മതി എന്ന് പറയുന്നുണ്ട്. ആ ടൈം ഹുവായോങ് എത്രയാണെന്ന് ചോദിക്കുമ്പോൾ 30,000 ആണെന്ന് പറയുന്നുണ്ട്. എന്നാൽ ഹുവായോങ് സോറി എന്നെക്കൊണ്ട് അത്രയും ഹാൻഡിൽ ചെയ്യാൻ പറ്റത്തില്ല എന്ന് പറയുമ്പോൾ ഷുവായു നിനക്ക് എത്രയും തരാൻ പറ്റുമെന്ന് ചോദിക്കുന്നുണ്ട്. ആ ടൈമിന് എനിക്ക് 2,000 വെച്ച് തരാൻ പറ്റുള്ളൂ എന്ന് പറയുന്നുണ്ട്. ആ സമയം ഒരു മാസം 2,000 എന്നാണ് ഉദ്ദേശിച്ചത്. പക്ഷേ അതിനും ഷുവായു ഓക്കെ പറഞ്ഞിട്ട് കുഴപ്പമില്ല നീ അതെടുത്തോ, എന്തായാലും ആ ഒരു വീട് ഞാൻ ഉപയോഗിക്കാതെ ഇട്ടേക്കുന്നതാണ്, അവിടെ ഇനി റെൻറ്റിന് നീ താമസിച്ചോളാൻ പറയുന്നുണ്ട്. ആ ഒരു ടൈമിന് ഹുവായോങ് ആണെങ്കിൽ പക്ഷേ അത് ശരിയാവും, നിങ്ങൾ 30,000 പറഞ്ഞിട്ട് ഞാൻ വെറും 2,000 മാത്രം മാസം തന്നാൽ അത് ശരിയാവുമെന്ന് എനിക്ക് തോന്നുന്നില്ല എന്ന് പറയുന്നുണ്ട്. ആ ടൈമിന് ഇല്ല അതൊന്നും കുഴപ്പമില്ല, ഇതാകുമ്പോൾ നല്ലൊരു കാര്യം കൂടെയാണ്, കാരണം പൂട്ടിയിട്ടേക്കുന്ന ആ ഒരു വീട് ക്ലീൻ ചെയ്യാനായിട്ട് ഞാൻ ഇടയ്ക്കിടയ്ക്ക് ഓരോ ക്ലീനറിനെ വിടാറുണ്ട്. ഇനിയിപ്പോൾ നീ അവിടെ ഉള്ളതുകൊണ്ട് അതിൻ്റെ ആവശ്യം എനിക്കില്ല. അതേപോലെ തന്നെ ഞാൻ ലേറ്റായിട്ട് വർക്ക് ചെയ്യുന്ന ദിവസം നിനക്കാണെങ്കിൽ എനിക്ക് വേണ്ടിയിട്ട് എന്തെങ്കിലും ഫുഡെല്ലാം കുക്ക് ചെയ്ത് തന്നു വിടാമല്ലോ, അപ്പോൾ എനിക്കും അത് എളുപ്പമാണെന്ന് ഇങ്ങനെ പറയുന്നുണ്ട്. ആ ടൈമിന് ഹുവായോങ് ഓക്കെ എന്നിങ്ങനെ പറയുന്നുണ്ട്. അതിനുശേഷം പിന്നീട് ഹുവായോങ് താമസിച്ചിരുന്ന ആ ഒരു വീട്ടിൽ നിന്ന് ഇറങ്ങുവാണ്. ആക്ച്വലി അവിടെ റിനോവേഷനോ ഒന്നും നടക്കുന്നില്ല, ഇതിവനായിട്ട് തന്നെ ഇറങ്ങുന്നതാണ്. ഇവൻ്റെ കൂടെ ഇവൻ്റെ അസിസ്റ്റൻറ്റ് പയ്യനും ഉണ്ട്. ഹുവായോങ് എന്തൊക്കെയോ കള്ളത്തരം കാണിക്കുന്ന പോലെയാണ് തോന്നുന്നത്. ആ സമയം ഇവൻ ഇറങ്ങുന്ന നേരത്ത് ആ ഒരു ബിൽഡിങ്ങിന് ഓണറായിട്ടുള്ള ലേഡി വന്നിട്ട് അവൻ്റെ അടുത്ത് പറയുന്നുണ്ട്, എന്തിനാണ് ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് വന്നും പോയിക്കൊണ്ട് നിന്നിട്ട് എന്നെ കഷ്ടപ്പെടുത്തുന്നത്, നിന്നെ കൊണ്ടുവിടാനായിട്ട് കുറേ ആൽഫയും റിച്ചും ആയിട്ടുള്ള ചെക്കന്മാർ വരുന്നുണ്ടല്ലോ, നീയാണെങ്കിൽ ഇങ്ങനെ വഴിതെറ്റി പോകരുത് എന്നൊക്കെ പറഞ്ഞിട്ട് കുറേ സംസാരിക്കുന്നുണ്ട്. ഹുവായോങ് അപ്പോൾ ആ ഒരു ലേഡിയുടെ അടുത്ത് മിണ്ടാതിരിക്കാനായിട്ട് പറയുന്നുണ്ട്. അവർ മിണ്ടാതിരിക്കാത്തതുകൊണ്ട് തന്നെ ഹുവായോങ്ങിൻ്റെ അസിസ്റ്റൻ്റ് ആണെങ്കിൽ അവരുടെ ഒരു പേപ്പർ കൊടുത്തിട്ട് നിങ്ങൾക്ക് വേണ്ടത്ര എമൗണ്ട് എഴുതി ആ ഒരു പൈസയും വാങ്ങിച്ചിട്ട് മിണ്ടാതിരിക്കണമെന്ന് പറയുന്നുണ്ട്. പിന്നീട് കാണിക്കുന്നത് ഷുവായു ആണെങ്കിൽ ഹുവായോങ്ങിനെ അവൻ്റെ ആ ഒരു അപ്പാർട്ട്മെൻറ്റിലേക്ക് കൊണ്ടുവരുന്നതാണ്. ആ റൂം കാണുമ്പോഴത്തേക്കും ഭയങ്കര വലുതായതുകൊണ്ട് തന്നെ ഹുവായോങ് ഷോക്കാവുന്നുണ്ട്. എന്നിട്ട് ഷുവായുടെ അടുത്ത് പറയുന്നുണ്ട്, ഇതൊരു വലിയ സ്ഥലമല്ലേ, എനിക്കൊരാൾക്ക് വേണ്ടിയിട്ട് ഇത് വേണോ, അതിൻ്റെ ആവശ്യമില്ല എന്ന് പറയുന്നുണ്ട്. ഷുവായു അപ്പോൾ ഇല്ലല്ല നീ ഇവിടെ തന്നെ സ്റ്റേ ചെയ്താൽ മതി, നീ വേറെ നാലൊക്കെ നിൽക്കണ്ട, എനിക്ക് എന്തായാലും കുറച്ച് തിരക്കുണ്ട്, ലേറ്റായി ഞാൻ പോവാണെന്ന് പറഞ്ഞിട്ട് അവനവിടെ നിന്ന് പോകുന്നുണ്ട്. പോയി കഴിയുമ്പോൾ ആ വീട്ടിൽ ടേബിളിലായിട്ട് ഷുവായുവിൻ്റെ 1-2 ഫോട്ടോസൊക്കെ ഇരിക്കുന്നുണ്ടായിരുന്നു. അത് ഹുവായോങ് എടുത്ത് നോക്കുന്നുണ്ട്. അതിനുശേഷം ഹുവായോങ് കുളിച്ചിട്ട് വരുന്ന ടൈമിന് ആരോ അവന് കോൾ ചെയ്യുന്നുണ്ട്. ഷെന്നാണെന്ന് തോന്നുന്നു. വിളിച്ചിട്ട് എന്തോ വർക്കിൻ്റെ കാര്യമൊക്കെ സംസാരിക്കുന്നുണ്ട്. ആ ടൈം അവൻ പറയുന്നുണ്ട്, നാളെ നിന്നെയും എന്നെയും ഷുവായുവിനെയും ഒരു ടേബിളിൽ ഇരുത്താനായിട്ട് ഹോസ്റ്റിനോട് പറയണമെന്ന്. അങ്ങനെ വേറെന്തോ കൂടെ സംസാരിച്ചിട്ട് കോൾ കിട്ടിയുന്നുണ്ട്. പിറ്റേ ദിവസം ഏതൊരു ബിസിനസ്സുകാരൻ എന്തോ ഒരു മീറ്റിംഗ് എന്തോ പാർട്ടി ഒന്ന് അറേഞ്ച് ചെയ്യുന്നുണ്ട്. അതിലാണെങ്കിൽ ഷുവായിനെ ഒക്കെ തന്നെ ഇൻവൈറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഷുവായു അയാളുമായിട്ട് സംസാരിക്കുന്നുണ്ട് ബിസിനസ്സിൻ്റെ കാര്യങ്ങളും. ബിസിനസ്സിൽ ശരിക്കും അടിപൊളിയാണെന്നും എൻ്റെ അച്ഛനാണെങ്കിൽ നിങ്ങളെപ്പറ്റി കുറേ പറഞ്ഞിട്ടുണ്ടെന്നൊക്കെ പറഞ്ഞിട്ട് അടുത്ത് ഹുവായോങ്ങിനെ കാണിക്കുമ്പോൾ അവനിപ്പോൾ ഷെന്നിൻ്റെ കൂടെ ഒരു സീറ്റിലിരിക്കുകയാണ്. അവിടെ തന്നെ ഷുവായുവിൻ്റെ ഒരു ഫ്രണ്ടും ഉണ്ടായിരുന്നു. അങ്ങനെ അവരൊക്കെ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന ടൈമിലാണ് ഷുവായുവും അങ്ങോട്ട് വന്നിരിക്കുന്നത്. അവൻ്റെ കൂടെ ഇപ്പോൾ എപ്പോഴും അവൻ്റെ അവിടെ നടക്കാറുള്ള ആ ഒരു പെൺകുട്ടി, ആ പെൺകുട്ടി വന്നിരിക്കുന്നുണ്ട്. സോ അവൾ വന്നിരിക്കുമ്പോൾ തന്നെ ഹുവായോങ്ങിനെ ഒന്ന് ശ്രദ്ധിക്കുന്നുണ്ട്. അവനെ കാണാൻ ഭയങ്കര ഭംഗിയുള്ളതുകൊണ്ട് തന്നെ ആ പെൺകുട്ടി മനസ്സിൽ വിചാരിക്കുന്നുണ്ട്, അപ്പോൾ ഇതുകൊണ്ടാണല്ലേ എപ്പോഴും ഷുവായു ആണെങ്കിൽ ഹുവായോങ്ങിനെ ചെക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നതെന്ന്. ആ സമയം തന്നെ ആ ഒരു പാർട്ടി അറേഞ്ച് ചെയ്ത
ആ ഒരു ബിസിനസ്സുകാരന് വരുന്നുണ്ട്. അയാളാണെങ്കിൽ എനിക്ക് നിങ്ങളോട് സംസാരിക്കാനുണ്ടെന്നൊക്കെ പറഞ്ഞിട്ട് സംസാരിക്കാനായിട്ട് തുടങ്ങുവാണ്. ആ സമയം ഇങ്ങനെ സംസാരിക്കുന്ന ടൈമിന് ആ ഒരു ബിസിനസ്സുകാരൻ, അയാളുടെ പേര് ഷാങ് എന്നാണ്. സോ അയാൾ സംസാരിക്കുന്ന ടൈമിന് ഇവരുടെ സീനിയർ ആയതുകൊണ്ട് തന്നെ ഇയാളുടെ കൂടെ ഇങ്ങനെ ചിയേഴ്സൊക്കെ പറഞ്ഞ് ഡ്രിങ്ക് ചെയ്തുകൊണ്ടാണ് ചെയ്യേണ്ടത്. അപ്പോൾ പെട്ടെന്ന് ഷെന്ന് പറയുന്നുണ്ട്, എനിക്ക് വയ്യാത്തയാണ്, ഞാനിപ്പോൾ മെഡിസിൻ കഴിച്ചിട്ടാണ് ഇരിക്കുന്നത്, അതുകൊണ്ട് എനിക്ക് പകരം എൻ്റെ സെക്രട്ടറി ആയിട്ടുള്ള ഹുവായോങ് ഡ്രിങ്ക് ചെയ്യുമെന്ന് പറയുന്നുണ്ട്. അങ്ങനെ ആ ഒരു സംസാരം കണ്ടിന്യൂ ആവുന്ന അത്രയും നേരം ഹുവായോങ് ആയിരുന്നു ഡ്രിങ്ക് ചെയ്തുകൊണ്ടിരിക്കുന്നത്. 1-2 ഗ്ലാസ്സൊന്നും അല്ല, ഒത്തിരി കുടിച്ചിട്ടുണ്ടായിരുന്നു. അവനിങ്ങനെ ഡ്രിങ്ക് ചെയ്യുന്നത് പ്രത്യേകിച്ച് തന്നെ ഷുവായി ശ്രദ്ധിക്കുന്നുണ്ടായിരുന്നു. ഷെന്നിന് പോകാനായിട്ടുള്ള ടൈം ആകുമ്പോഴത്തേക്കും ഗാവോ അവൻ്റെ അടുത്തേക്ക് വന്നിട്ട് ചോദിക്കുന്നുണ്ട്, ഞാൻ നിങ്ങളെ വീട്ടിലേക്ക് കൊണ്ടാക്കണമെന്ന്. ആ ടൈമിന് ഗാവോ, വേണ്ട നീ പൊക്കോ, ഞാൻ ഹുവായോങ്ങിൻ്റെ കൂടെ പൊക്കോളാന്ന് പറഞ്ഞിട്ട് ആ ഒരു ഷാങ് എന്ന് പറഞ്ഞ ബിസിനസ്സുകാരൻ്റെ അടുത്ത് ഞങ്ങളെങ്കിൽ ഇറങ്ങുവാണെന്ന് പറഞ്ഞിട്ട് ഹുവായോങ്ങിനെയും കൊണ്ട് പോകുന്നുണ്ട്. അവൻ ഒത്തിരി ഡ്രിങ്ക് ചെയ്തിട്ടുണ്ടായിരുന്നതുകൊണ്ട് തന്നെ ഷെൻ അവനെ പിടിച്ചുകൊണ്ടായിരുന്നു പോകുന്നുണ്ടായിരുന്നത്. അത് പ്രത്യേകം ഷുവായി ശ്രദ്ധിക്കുന്നുണ്ടായിരുന്നു. ആൾക്ക് ഇഷ്ടപ്പെട്ടില്ല എന്ന് തോന്നുന്നു. അവനും അപ്പം തന്നെ പോകാനായിട്ട് എഴുന്നേൽക്കുന്നുണ്ടായിരുന്നു. എന്നാൽ ഒരു ബിസിനസ്സുകാരൻ അവനെ തടഞ്ഞു നിർത്തിയിട്ട്, ഞാൻ നിനക്ക് ഒരാളെ പരിചയപ്പെടുത്തി തരാമെന്ന് പറഞ്ഞിട്ട് നമ്മൾ നേരത്തെ കണ്ട ഹുവായോങ്ങിൻ്റെ ആ സെക്രട്ടറി ആയിട്ടുള്ള ആ ഒരു പയ്യനെ കാണിച്ചു കൊടുക്കുന്നുണ്ട്. അവനെ പരിചയപ്പെടുത്തിയിട്ട് പറയുന്നുണ്ട്, എക്സ് ഹോൾഡിങ്സിലെ ഒരു പ്രധാനപ്പെട്ട ഒരു പയ്യനായിട്ട് വരും, അവിടുത്തെ ആ ഒരു സിഇഒയുടെ അസിസ്റ്റൻ്റായിട്ട് നിൽക്കുന്ന പയ്യനാണെന്ന് പറയുന്നുണ്ട്. ഇതിലൂടെ മനസ്സിലാക്കാൻ പറ്റുന്നുണ്ട് ഹുവായോങ്ങിന് എക്സ് ഹോൾഡിങ്സ് കമ്പനിയായിട്ട് എന്തോ ഭയങ്കര ഒരു കണക്ഷൻ തന്നെ ഉണ്ട്. എന്തായാലും അവനെ പരിചയപ്പെടുത്തി കൊടുക്കുന്നുണ്ട്. അതിനുശേഷം ഷുവായു ആണെങ്കിൽ വണ്ടിയിലിരുന്ന് തിരിച്ചു പോവാണ്. പോകുന്ന ടൈമിന് അവൻ്റെ മനസ്സിൽ വരുന്നത് ഷെന്നും ഹുവായോങ്ങും തമ്മിൽ എന്തെങ്കിലും ഉണ്ടാകുമോ, അവർ ഒരുമിച്ചായിരിക്കും വീട്ടിൽ പോയിട്ടുണ്ടാകുക എന്ന്. ഇപ്പോൾ ഹുവായോങ് അവൻ്റെ അപ്പാർട്ട്മെൻറ്റിൽ താമസിക്കുന്നതുകൊണ്ട് തന്നെ ഷുവായു പെട്ടെന്ന് അങ്ങോട്ടേക്ക് പോവുകയാണ്. അവിടെ എത്തി കഴിയുമ്പോഴത്തേക്കും ഷുവായു ആണെങ്കിൽ ഹുവായോങ്ങിനെ കോൾ ചെയ്യുന്നുണ്ട്, എന്നാൽ അവൻ എടുക്കുന്നില്ല. അതേസമയം ഹുവായോങ്ങിനെ കാണിക്കുമ്പോൾ അവൻ കുളിക്കുമായിരുന്നു. കുളിച്ചിട്ട് ഇറങ്ങി വരുമ്പോഴത്തേക്കും മെസ്സേജും കോളും ഒക്കെ കിടക്കുന്ന കാണുമ്പോൾ ഷുവായുവിനെ തിരിച്ച് വിളിക്കുന്നുണ്ട്, ഞാൻ കുളിക്കുമായിരുന്നു, ഫോൺ സൈലൻറ്റിലായിരുന്നു, അതുകൊണ്ടാണ് അറിയാത്തതെന്ന് പറയുന്നുണ്ട്. ആ ഒരു ടൈമിന് തന്നെ ഷുവായു ആ ഒരു അപ്പാർട്ട്മെൻറ്റിൻ്റെ ഫ്രണ്ടിലെത്തിയിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ഹുവായോങ്ങിൻ്റെ അടുത്ത് ഡോർ ഓപ്പൺ ചെയ്യാൻ പറയാണ്. അങ്ങനെ ഹുവായോങ് ചെന്ന് ഡോർ ഓപ്പൺ ചെയ്ത് കൊടുക്കുമ്പോൾ അവിടെ ഷെന്ന് കൂടെയില്ല, ഹുവായോങ് ഒറ്റയ്ക്കേ ഉള്ളൂ എന്നറിയുമ്പോഴത്തേക്കും ഷുവായുവിന് നല്ല സമാധാനമാവുന്നുണ്ട്. ആ സമയം ഹുവായോങ് ചോദിക്കുന്നുണ്ട്, ഇനി അടുത്ത ആഴ്ച ഞാൻ കുക്കീസ് നിങ്ങൾക്ക് വേണ്ടി പ്രിപ്പയർ ചെയ്യുമ്പോൾ ഏത് ഫ്ലേവറാണ് വേണ്ടത്, ഞാനാണെങ്കിൽ ഉണ്ടാക്കി തരാൻ തയ്യാറാണെന്നൊക്കെ. ആ ടൈമിൽ നീ ശരിക്കും ഭയങ്കര സിൻസിയർ ആണല്ലോ ഞാനുമായിട്ട് എന്നിങ്ങനെ തിരിച്ച് ഷുവായു കാണിക്കുമ്പോൾ ഹുവായോങ്, ഞാൻ എപ്പോഴും നിങ്ങളടുത്ത് സിൻസിയറായിട്ട് മാത്രമേ ഇരുന്നിട്ടുള്ളൂ എന്ന് പറയുന്നുണ്ട്. ഷുവായു അപ്പോൾ എങ്കിൽ പിന്നെ നിൻ്റെ സിൻസിയറിറ്റി ഒന്ന് പ്രൂവ് ചെയ്യാനായിട്ട് പറയുന്നുണ്ട്. ആ ടൈമിൽ ഹുവായോങ് അവൻ്റെ അടുത്തേക്ക് വന്നിട്ട് അവൻ്റെ ചുണ്ടിൻ്റെ സൈഡിലായിട്ട് ഒന്ന് കിസ് ചെയ്യുന്നുണ്ട്. പിന്നീട് കാണിക്കുന്നത് അന്ന് രാത്രി ഷുവായു ആണെങ്കിൽ അവിടെയായിരുന്നു സ്റ്റേ ചെയ്തത്. രാവിലെ ഷുവായു ഉറക്കം എഴുന്നേറ്റ് വാഷ്റൂമിലൊക്കെ പോകുന്ന ടൈമിന് ഹുവായോങ് അവൻ്റെ ചുണ്ടിൻ്റെ സൈഡിൽ കിസ് ചെയ്ത ആ ഒരു കാര്യമൊക്കെ ആലോചിച്ചിട്ട് ആൾക്ക് ഭയങ്കര സന്തോഷമാണ്. അങ്ങനെ പിന്നീട് ഓഫീസിൽ പോകാനായിട്ട് റെഡിയായി എഴുന്നേറ്റ് വരുമ്പോൾ ഹുവായോങ് ഓൾറെഡി ഇവന് കഴിക്കാനായിട്ട് ബ്രേക്ക്ഫാസ്റ്റ് എല്ലാം റെഡിയാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. 3-4 ടൈപ്പ് ഫുഡ് ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. ഷുവായുവിൻ്റെ അടുത്ത് ഹുവായോങ് പറയുന്നുണ്ട്, നിങ്ങൾക്ക് ഏത് ഫുഡാണ് ഇഷ്ടമെന്ന് എനിക്ക് അറിയത്തില്ലായിരുന്നു, അതുകൊണ്ട് ഞാൻ 3-4 ഫുഡ് ഉണ്ടാക്കി നിങ്ങൾ കഴിച്ചു നോക്കാനായിട്ട് പറയുന്നുണ്ട്. ആ ടൈമിന് പക്ഷേ ഷുവായു ആണെങ്കിൽ മനസ്സിൽ പറയുന്നുണ്ട്, എനിക്കാണെങ്കിൽ ഒട്ടും ഇഷ്ടമല്ലാത്ത ഫുഡാണിത്, പ്രത്യേകിച്ച് രാവിലെ കഴിക്കാനായിട്ട് എനിക്ക് ഈ ഫുഡൊന്നും തീരെ ഇഷ്ടമല്ലാന്ന്. എന്നാൽ അവൻ അത് ഹുവായോങ്ങിൻ്റെ അടുത്ത് ഓപ്പണായിട്ട് പറയുന്നില്ല. ഹുവായോങ്ങിന് മുന്നിൽ വെച്ചിട്ട് അവനെ ഫുഡ് കഴിക്കുന്നുണ്ട്. ആ സമയം ഹുവായോങ് ആണെങ്കിൽ ഇന്നലെ രാത്രി നന്നായിട്ട് ഉറങ്ങിയോ എന്ന് ചോദിക്കുന്നുണ്ട്. ആ ടൈമിന് ഉറങ്ങി എന്നവൻ പറയുന്നുണ്ട്. എന്നാൽ ഹുവായോങ്, എനിക്ക് ഉറങ്ങാൻ പറ്റിയില്ല, കാരണം എൻ്റെ ഹാർട്ട് ഭയങ്കര സ്പീഡിന് ബീറ്റ് ചെയ്തുകൊണ്ടിരിക്കുമായിരുന്നു എന്ന് പറയുന്നുണ്ട്. അവൻ ഉദ്ദേശിക്കുന്നത് കഴിഞ്ഞ ദിവസം രാത്രി അവൻ ഷുവായുവിൻ്റെ ചുണ്ടിൻ്റെ സൈഡിൽ കിസ് ചെയ്തിട്ടുണ്ടായിരുന്നല്ലോ, അതുകൊണ്ടാണെന്ന് അവനിങ്ങനെ ഉദ്ദേശിച്ച് പറയാണ്. അത് ഷുവായുവിന് മനസ്സിലാവുന്നുണ്ട്. അതുകൊണ്ട് തന്നെ അവൻ എഴുന്നേറ്റ് ഹുവായോങ്ങിൻ്റെ അടുത്തേക്ക് വരുന്നുണ്ട്. എന്നിട്ട് അപ്പോൾ ഞാൻ കാരണം നിനക്ക് ഉറങ്ങാൻ പറ്റുന്നില്ലല്ലേ, അപ്പം ഞാൻ നിൻ്റെ ആരാ എന്നൊക്കെ ചോദിക്കുമ്പോഴത്തേക്കും അവനാണെങ്കിൽ നാണിച്ച് നിൽക്കുന്നുണ്ട്. നിങ്ങളെ ഡേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ എനിക്കല്ല അറ്റാക്കും വരുമെന്ന് അവൻ പറയുന്നുണ്ട്. അപ്പം തന്നെ ചിരിച്ചുകൊണ്ട് ഷുവായു ആണെങ്കിൽ ഹുവായോങ്ങിനെ കിസ് ചെയ്യുന്നുണ്ട്. അതിനുശേഷം ഷുവായു ആണെങ്കിൽ ഓഫീസിൽ ഇരിക്കുന്ന ടൈമിന് അവൻ്റെ സെക്രട്ടറി വന്നിട്ട് കുറേ വർക്കിൻ്റെ കാര്യമൊക്കെ പറയുന്നുണ്ട്. അതിൽ കുറേ മിസ്റ്റേക്കും തെറ്റുകളും അങ്ങനെ കുറേ പ്രോബ്ലംസ് ഒക്കെ ഉണ്ടായിരുന്നു. എന്നാൽ ഇന്ന് നമ്മുടെ ഹുവായോങ്ങിനെ കിസ് ചെയ്യാൻ പറ്റിയതുകൊണ്ടാണെന്ന് തോന്നുന്നു ആൾ ഭയങ്കര നല്ല മൂഡിലായിരുന്നു. അങ്ങനെ ദേഷ്യപ്പെടുകയോ ഇന്ന കാര്യങ്ങൾ ചെയ്യുക അങ്ങനെ ഒന്നും പറയുന്നില്ല, അതങ്ങ് വിട്ടേക്കെന്ന് പറഞ്ഞിട്ട് അങ്ങ് ഒഴിവാക്കി വിടുന്നുണ്ട്. ആ ടൈമിന് ഇവൻ്റെ അസിസ്റ്റൻറ്റ് വിചാരിക്കുന്നുണ്ട്, ഇന്ന് എന്ത് പറ്റി, ഇവൻ ഭയങ്കര നല്ല മൂഡിലാണല്ലോ എന്ന്. അതിനുശേഷം നൈറ്റ് അവൻ തിരിച്ച് നമ്മുടെ ഹുവായോങ്ങിന് കൊടുത്ത ആ ഒരു അപ്പാർട്ട്മെൻറ്റിലേക്കാണ് വരുന്നത്. അവനിപ്പോൾ ഹുവായോങ്ങിനോടാണ് സ്റ്റേ ചെയ്യുന്നതും അന്ന് രാത്രി. അപ്പോൾ അവനിങ്ങനെ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുമ്പോഴത്തേക്കും ഹുവായോങ് അവന് കഴിക്കാനായിട്ട് ഫ്രൂട്ട്സ് കട്ട് ചെയ്തുകൊണ്ട് വരുന്നുണ്ട്. എന്നിട്ട് ഷുവായുവിൻ്റെ അടുത്ത് പറയുന്നുണ്ട്, നിങ്ങൾ വന്നപ്പോൾ തൊട്ട് വർക്ക് ചെയ്യുവാണല്ലോ, ഡിന്നർ ടൈമിനും വർക്ക് ചെയ്തുകൊണ്ടിരിക്കുമായിരുന്നു, ഈ ഫ്രൂട്ട്സ് എല്ലാം കഴിക്കാൻ പറഞ്ഞിട്ട് അവന് കഴിക്കാനായിട്ട് കൊടുക്കുന്നുണ്ട്. ഫസ്റ്റ് ഷുവായു അവനെ മൈൻഡ് ചെയ്യാത്ത പോലെ ഇരിക്കുന്നുണ്ട്. ആ ടൈമിന് ഹുവായോങ്ങിന് സങ്കടം വരുന്നുണ്ട്. പക്ഷേ ഷുവായു ആണെങ്കിൽ അവൻ്റെ ആ ലാപ്ടോപ്പ് അടച്ചു വെച്ചിട്ട് ഹുവായോങ്ങിൻ്റെ അടുത്ത് നിന്ന് ആ ഫ്രൂട്ട്സ് വാങ്ങിച്ച് കഴിക്കുന്നുണ്ട്. എന്നിട്ട് ഹുവായോങ്ങിനെ അവൻ കിസ് ചെയ്യാനായിട്ട് തുടങ്ങുന്നുണ്ട്. ടൈമിലാണ് ഹുവായോങ്ങിനെ ഷെന്ന് കോൾ ചെയ്യുന്നത്. ഷെന്ന് വിളിച്ചിട്ട് എന്തോ ഫയൽ എന്തോ കൊണ്ടു കൊടുക്കാനായിട്ട് പറയുന്നുണ്ട്. അങ്ങനെ കോൾ കട്ട് ചെയ്തിട്ട് ഇങ്ങനെ എനിക്കൊരു ഫയൽ കൊടുക്കാനുണ്ട്, ഞാൻ പോയിട്ട് ഇപ്പം തന്നെ വരാമെന്ന് പറയുന്നുണ്ട്. എന്നാൽ ഷുവായു ആണെങ്കിൽ അവനെ വിടാതെ പിടിച്ചു വെച്ചിട്ട്, ഈ നൈറ്റ് ടൈമിലാണോ നീ ഇങ്ങനെ ജോലി ചെയ്യാൻ പോകുന്നത്,
എനിക്ക് നിൻ്റെ അടുത്തൊരു കാര്യം പറയാനുണ്ട്. നീയാണെങ്കിൽ അവന് വേണ്ടിയിട്ട് വർക്ക് ചെയ്തോ, പക്ഷേ നീയാണെങ്കിൽ രാത്രി ആയിക്കഴിഞ്ഞാൽ ഞാനല്ലാതെ വേറെ ഒരു ആൽഫേനെയും നീയാണെങ്കിൽ കെയർ ചെയ്യാനോ ശ്രദ്ധിക്കാനോ പോകരുതെന്ന് പറയുന്നുണ്ട് എന്ന് പറഞ്ഞിട്ട് അവനാണെങ്കിൽ ഹുവായോങ്ങിനെ കിസ് ചെയ്യാനായിട്ട് വരാണ്. എന്നാൽ ഹുവായോങ് പതുക്കെ തല ചരിക്കുന്നുണ്ട്. ആ ടൈമിൽ ഷുവായോ ആണെങ്കിൽ ഇങ്ങനെ ദേഷ്യത്തിൽ എന്താ നിനക്ക് താല്പര്യമില്ല, നിൻ്റെ ദേഹത്ത് ഡെയിലി ഷെന്നിൻ്റെ ഫെറോമോൺസിൻ്റെ സ്മെല്ലാണ് ഉള്ളതെന്ന് പറയുന്നുണ്ട്. ആ ടൈമിൽ ഹുവായോങ് പറയുന്നുണ്ട് അത് പിന്നെ ഷെന്നിൻ്റെ അവിടെ വർക്ക് ചെയ്യുന്നതുകൊണ്ട് ഷെന്നിൻ്റെ ബോഡിയിലെ ഫെറോമോൺസ് എന്തേലും അറിയാൻ കഴിയുന്നതാണ്, അല്ലാതെ നിങ്ങൾ വിചാരിക്കുമ്പോൾ ഞങ്ങൾ തമ്മിൽ വേറെ ബന്ധമൊന്നും ഇല്ലെന്ന് പറയുന്നുണ്ട്. ആ സമയം ഷുവായുവും നിങ്ങൾ തമ്മിൽ ബന്ധമുണ്ടെന്ന് ഞാനും പറഞ്ഞില്ല, പക്ഷേ നീയാണെങ്കിൽ നിന്നെ ഒന്ന് ടച്ച് ചെയ്യാൻ പോലും എന്നെ സമ്മതിക്കുന്നില്ല എന്ന് പറയുന്നുണ്ട്. ആ ടൈമിന് ഹുവായോങ് ആണെങ്കിൽ അത് പിന്നെ ഞാനൊരു ട്രീറ്റ്മെൻറ്റിലാണ്, എൻ്റെ ബോഡിയിൽ ഫെറോമോൺസ് പ്രൊഡ്യൂസ് ആകുന്നതിൽ കുറച്ച് വ്യത്യാസമുണ്ട്, അതായത് കറക്റ്റ് റെഗുലേറ്റഡ് ആയിട്ടല്ല പ്രൊഡ്യൂസ് ആവുന്നത്. അപ്പോൾ അതിൻ്റെ ആ ഒരു പ്രശ്നം കാരണം ഞാൻ ട്രീറ്റ്മെൻറ്റിലിരിക്കുകയാണ്, അത് കഴിഞ്ഞിട്ടുമില്ല. പിന്നെ ഡോക്ടർ എൻ്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ട് ഇങ്ങനെ ഇൻറ്റിമേറ്റ് ആവാൻ പോകരുതെന്ന്. പിന്നെ ഞാൻ ഏതെങ്കിലും ആൽഫയുമായിട്ട് ഇൻറ്റിമേറ്റ് ആവുന്നുണ്ടെങ്കിൽ അയാളായിരിക്കണം എൻ്റെ പെർമനൻറ്റ് പാർട്ണർ, അങ്ങനെയുള്ള ഒരാളുമായിട്ടാണെങ്കിൽ കുഴപ്പമില്ല എന്ന് പറയുന്നുണ്ട്. അത് കേട്ട് ഷുവായു മറുപടിയൊന്നും പറയുന്നില്ല. ഹുവായോങ് അപ്പോൾ ഷുവായുവിനെ ഹഗ് ചെയ്തിട്ട് എനിക്കറിയാം നമ്മൾ തമ്മിൽ അങ്ങനെയൊന്നും ഒന്നിക്കാനായിട്ട് പോകുന്നില്ല എന്ന്, ഇപ്പോൾ എങ്ങനെയാണോ ഉള്ളത് അതിൽ ഞാൻ ഹാപ്പിയാണ്, നിങ്ങളെ എനിക്ക് പെർമനൻ്റ്ലി വേണമെന്ന് പറഞ്ഞിട്ട് ഞാൻ ഒരിക്കലും സെൽഫിഷ് ആകാൻ നിൽക്കത്തില്ല എന്ന് പറയുന്നുണ്ട്. പിന്നീട് കാണിക്കുന്നത് അടുത്ത ദിവസം വർക്ക് കഴിഞ്ഞിട്ട് ഷുവായു തിരിച്ച് വീട്ടിലേക്ക് എത്തുന്നുണ്ട്. ആ ടൈമിന് ഹുവായോങ് എത്തിയിട്ടുണ്ടായിരുന്നില്ല. ഹുവായോങ് ആണെങ്കിൽ അവൻ്റെ ഒരു മെസ്സേജ് അയക്കുന്നുണ്ട്, ഇന്നൊരു കമ്പനി ഡിന്നർ ഉണ്ട്, ഇങ്ങനെ എത്താനായിട്ട് ലേറ്റ് ആവുമെന്ന്. എന്നാൽ ആ ഒരു മെസ്സേജ് കണ്ടില്ലേ ഇവൻ അത്ര ഹാപ്പി അല്ല, കാരണം രാവിലെ നേരത്തെ ഹുവായോങ് ജോലിക്ക് പോയതാണ്, എന്നിട്ട് വരാനും ലേറ്റ് ആവുമെന്ന് കാണുമ്പോഴത്തേക്കും ഇവൻ ഒരുമാതിരി ആവുന്നുണ്ട്. തിരിച്ച് ഹുവായോങ്ങിന് മെസ്സേജ് ഇട്ട് ചോദിക്കുന്നുണ്ട് നീ എപ്പോഴായിരിക്കും വരുന്നതെന്ന്. അതിനുശേഷം കുറേ നേരം അവനാണെങ്കിൽ ഹുവായോങ്ങിന് വേണ്ടി വെയിറ്റ് ചെയ്തിരിക്കുന്നുണ്ട്. എന്നാൽ ആൾ വരുന്നേ ഇല്ല. ആ ടൈമിലാണ് അവൻ്റെ ഫ്രണ്ട്സ് അവനെ കോൾ ചെയ്തിട്ട് നീ ക്ലബ്ബിലേക്ക് വാ, നമുക്ക് ഡ്രിങ്ക് ചെയ്യാമെന്നൊക്കെ പറയുന്നത്. ആദ്യം ഞാൻ ബിസിയാണെന്നൊക്കെ പറയുന്നുണ്ട്. എന്നാൽ ഫ്രണ്ട്സ് നിന്നെ കണ്ടിട്ട് തന്നെ കുറച്ച് ദിവസമായി വാ എന്ന് പറഞ്ഞിട്ട് അവനെ വിളിച്ച് വരുത്തുന്നുണ്ട്. അങ്ങനെ അവനാണെങ്കിൽ ക്ലബ്ബിലേക്ക് ചെല്ലുന്നുണ്ട്. അവൻ്റെ സ്ഥിരം ഫ്രണ്ട്സ് അവർ രണ്ടുപേരും അവിടെ ഉണ്ടായിരുന്നു. അവർ രണ്ടുപേരും ഷിവായിൻ്റെ അടുത്ത് ഓരോ കാര്യങ്ങൾ പറഞ്ഞ് സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. ആ ഒരു ടൈമിന് അവിടെ ഒരു വെയിറ്ററിൻ്റെ അടുത്ത് ഒരു ഒമേഗേനെ കൊണ്ടുപോകാം, നമുക്ക് കാര്യങ്ങൾ അടിപൊളിയായിട്ട് മുന്നോട്ട് പോകാമെന്ന് പറഞ്ഞിട്ട് എൻജോയ് ചെയ്യുന്നുണ്ട്. പിന്നീട് കുറേ കൂടെ കഴിയുമ്പോഴത്തേക്കും ഷുവായുവിൻ്റെ അസിസ്റ്റൻ്റാണ് അവനെ വീട്ടിലേക്ക് കൊണ്ടുവിടുന്നത്. ഹുവായോങ് അപ്പോൾ ഓൾറെഡി എത്തിയിട്ടുണ്ടായിരുന്നു. ഷുവായുവിൻ്റെ ആ ഒരു ഇത് കാണുമ്പോഴത്തേക്കും ഹുവായോങ്ങിനെ അവിടെ തീരെ ഇഷ്ടപ്പെടുന്നില്ല. അസിസ്റ്റൻ്റ് പോയി കഴിയുന്നതും ഷുവായുവിന് കുടിക്കാനായിട്ട് ഹുവായോങ് എന്തോ ഡ്രിങ്ക്സ് ഒക്കെ കൊണ്ടുവരുന്നുണ്ട്. അങ്ങനെ അത് കൊടുക്കാനായിട്ട് ഇങ്ങനെ നിൽക്കുന്ന ടൈമിന് ഹുവായോങ്ങിൻ്റെ അടുത്ത് ഷുവായു ചോദിക്കുന്നുണ്ട് കമ്പനി ഡിന്നർ എങ്ങനെ ഉണ്ടായിരുന്നു എന്ന്. ആ ടൈമിന് കുഴപ്പമില്ല, അവിടെ ഭയങ്കര ബഹളമായിരുന്നു, നീയാണെങ്കിൽ എവിടെ പോയതാ എൻജോയ് ചെയ്യുമായിരുന്നു എന്നൊക്കെ ചോദിച്ചപ്പോൾ അതൊന്നും നീ അറിയുന്നത് എന്ന് ഷുവായു തിരിച്ച് ചോദിക്കുകയാണ്. ആ ടൈമിന് ഹുവായോങ്ങിൻ്റെ ബോഡിയിൽ നിന്ന് ഫെറോമോൺസ് പ്രൊഡ്യൂസ് ആവുന്നുണ്ടായിരുന്നു. അവനാണെങ്കിൽ ഒന്ന് ചിരിക്കുകയും ചെയ്യുന്നുണ്ട്. എന്നിട്ട് അവനാണെങ്കിൽ ഷുവായുവിൻ്റെ അടുത്തേക്ക് ക്ലോസ് ആയി ചെന്ന് നിൽക്കുന്നുണ്ട്. ആ ടൈമിന് ഷുവായുവിൻ്റെ ബോഡിയിൽ നിന്ന് ഒരു ഒമേഗയുടെ സ്മെല്ല് വരുന്നുണ്ട്. ആ ടൈമിന് ആ സ്മെല്ല് കിട്ടിയിട്ട് ഇവനാണെങ്കിൽ ഒരുമാതിരി ദേഷ്യത്തിൽ തന്നെ ചോദിക്കുന്നുണ്ട് ഏതെങ്കിലും ഒമേഗേനെ നീയുമായിട്ട് ക്ലോസ് ആവാനായിട്ട് നീ സമ്മതിച്ചോ എന്ന്. അങ്ങനെ അതും കാണിച്ചുകൊണ്ട് ഈ ഒരു എപ്പിസോഡ് ഇവിടെ എൻഡ് ആവുന്നുണ്ട്. അപ്പോൾ ഈ ഒരു എപ്പിസോഡ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ, സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്തൊരു വീഡിയോ ഇട്ടിരുന്നേരെ ബൈ.